ഇനിയൊരു 24 ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തയ്യാറാകുന്നു. കണ്ണൂർ പേരാവൂർ മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് പേരാവൂർ. KPCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല ബെന്നി ബെഹനാൻ MPക്ക് നൽകാനാണ് സാധ്യത. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക 20-ാം തീയതി പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു. സൂര്യ ഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂര്യ ഗായത്രി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അത് മുന്നണിക്കുള്ളിൽ നടത്തുകയാണ്. UDF മുന്നണിക്കുള്ളിൽ നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന യാത്രയും അതുകൂടാതെ സ്ഥാനാർത്ഥികൾ സംബന്ധിച്ചുള്ള ചർച്ചകളും ഒക്കെ തന്നെ സജീവമായിട്ട് നടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDF സർക്കാരിനെ കൊണ്ടുവരേണ്ട വലിയ ഉത്തരവാദിത്തം ഇത്തവണ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു പടി മുന്നേ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രചാരണത്തിലേക്കും ഒക്കെ ഇറങ്ങാൻ തന്നെയാണ് മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം വെച്ച് നോക്കുമ്പോൾ ഈ മാസം 20ഓടുകൂടി തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അത് കോൺഗ്രസ് പുറത്തിറക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഒരു പക്ഷേ ഒരു ദിവസം മുന്നേ ഒരു ദിവസം ശേഷമോ ഒക്കെ ആവാം. പക്ഷേ 20 എന്നുള്ള തീയതിയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സിറ്റിംഗ് MLA-മാരും അതുപോലെ തന്നെ സംവരണ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും ആദ്യ പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ അതിലുണ്ടാവുക എന്നുള്ളത് കൂടിയാണ് അറിയുന്നത്. പ്രത്യേകിച്ച് നിലവിലെ സിറ്റിംഗ് സീറ്റുകളിൽ അത് തുടരുന്ന MLA-മാർ മത്സരിച്ചാൽ മതി എന്നുള്ള തീരുമാനം ഇതിനോടകം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അതിൽ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഒരു അനിശ്ചിതത്വമുള്ളത്. അതൊന്ന് പാലക്കാട് മണ്ഡലമാണ്, മറ്റൊന്ന് തൃപ്പൂണിത്തുറ മണ്ഡലമാണ്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നിലവിലെ MLA-യുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്ന സാഹചര്യത്തിൽ അവിടെ ഒരു പുതിയ മുഖം വരും. അവിടെ സിറ്റിംഗ് MLA ആയിരിക്കില്ല സ്ഥാനാർത്ഥി എന്നുള്ളതാണ് അറിയുന്നത്. അവിടെ ആരെ കൊണ്ടുവരണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും അണിയറയിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സന്ദീപ് വാര്യരുടെ പേര് ഉൾപ്പെടെയാണ് കേൾക്കുന്നത്. സന്ദീപ് വാര്യർ, അതുപോലെ തന്നെ ഒരു വനിത സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള ചില ചർച്ചകൾ അകത്ത് നടക്കുന്നുണ്ട്. അതല്ല എങ്കിൽ കണ്ണൻ ഗോപിനാഥ്, ഇവരുടെ പേരുകളൊക്കെയാണ് സജീവമായിട്ട് നിലനിൽക്കുന്നത്. എന്തായാലും മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളോ ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ മണ്ഡലത്തിലേക്ക് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ അത് ഗുണം ചെയ്യും എന്ന തരത്തിലുള്ള ചർച്ചകൾക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ല എങ്കിൽ മറ്റൊരു മണ്ഡലം തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയിലും സിറ്റിംഗ് MLA ആയിരിക്കില്ല മത്സരിക്കുക എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നിലവിൽ ഇപ്പോൾ K ബാബു ആണ് MLA. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു മാറ്റം ആലോചിക്കുന്നത്. അതുകൂടാതെ KPCC പ്രസിഡന്റ് മത്സരത്തിന് ഇറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ കണ്ണൂർ പേരാവൂരിൽ തന്നെയാണ് സണ്ണി ജോസഫ് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. അപ്പോൾ സൂര്യഗായത്രി, പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് മത്സരിക്കുമെന്നാണ് സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബെന്നി ബെഹനാൻ ഈ ഇട സമയത്ത്, കാരണം ഈ ആക്ടിംഗ് പ്രസിഡന്റുമാരും KPCC പ്രസിഡന്റും എല്ലാം മത്സരത്തിന് ഇറങ്ങുന്നതുകൊണ്ട് ബെന്നി ബെഹനാനായിരിക്കും തൽക്കാലം KPCC പ്രസിഡന്റ് എന്നുകൂടി സൂര്യഗായത്രി റിപ്പോർട്ട് ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.